ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ അങ്ങനെ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഫ്രണ്ട്സ് വന്നത്. ബട്ട് ബാഗല്ല, 3 ടൈപ്സ് ഓഫ് കിച്ചൺ ആക്സസറീസ് ആയിട്ടാണ് വന്നത്. നല്ല യൂസ്ഫുൾ ഐറ്റംസ് ആണ്. അപ്പം ഇത് ഞാൻ ഇതുവരെയായിട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പം എന്തൊക്കെയായിരിക്കും ഉള്ളിൽ നോക്കാം. അപ്പം ജസ്റ്റ് അൺബോക്സ് ഇറ്റ് ആൻഡ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ലെറ്റ്സ് ഓപ്പൺ ദ സ്മോളസ്റ്റ് ബോക്സ്. ചെറിയ ബോക്സ് ഓപ്പൺ ആക്കാം. I think ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ്. കാരണം മീഷോന്ന് ഞാൻ ആദ്യമായിട്ടാണ് കിച്ചൺ ആക്സസറീസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താകും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആണ്. ഇത് ഡിസ്പെൻസർ അല്ല, ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. എനിക്ക് ഫോട്ടോയിൽ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാട്ടോ. കുറേ ആയി ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. ഞാൻ സ്ട്രോ കണ്ടപ്പം തന്നെ കുറേ ആൾക്കാർ ഗസ് ചെയ്തിട്ടുണ്ടാകും. ഒരു മഗ്ഗാത്ത് കേട്ടോ. ഒരു മഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഗ്ലാസിൻ്റെ മഗ്ഗാണ്. ഇത് പൊട്ടിയാൽ തീർന്ന്. ഡാമേജ് ഒന്നുമില്ല, ഒരു ഡാമേജ് ഒന്നുമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ല രസം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര അടിപൊളിയാകും. നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. എന്തുകൊണ്ടും 200 റുപ്പീസിന് ഇത് വേർത്താണ്. ഫുള്ളി ഗ്ലാസ്ഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ബ്രേക്കിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് സ്ട്രോ ഇടാൻ പ്രത്യേകിച്ച് തന്നെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു ഹോൾ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് സ്ട്രോ വേണ്ട, ജസ്റ്റ് സിബ് ചെയ്ത് കുടിച്ചാൽ മതി എന്നാണെങ്കിൽ ഈ സ്ട്രോ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, ക്യാൻ യു സീ? ഈ സ്ട്രോ ഇടുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിവിടെ ക്ലോസ് ചെയ്യാം. ഇതിവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സിപ്പ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാം. ഈ ഹോള് എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് സ്ട്രോ ഇടാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഹോളാണ് കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിലൂടെ ഇടുമ്പം ഇതിൽ കൂടെ പോരൂലേന്ന്. പക്ഷെ ഇല്ല ഗൈസ്, ഇതപ്പം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ മാത്രം ഇട്ട് നിൽക്കാം, ഇട്ട് കുടിക്കാം. ഓക്കെ, സി അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആൻഡ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ദിസ് വൺ. കുറച്ചും കൂടി ഒന്ന് വലിയ ഒരു ഐറ്റമാണ്. ആൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അൺബോക്സ്. ഓക്കെ, ഇതെന്താണെന്നറിയില്ല, നോക്കട്ടെ. ഇനിയുള്ളത് രണ്ടും കിച്ചൺ ആക്സസറീസ്. ഇത് എന്താണെന്നറിയാം. ഞാൻ UAE സമയത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ ക്വാളിറ്റി അവിടെ ഹോം സെൻറ്ററിൽ കണ്ടത് എനിക്ക് നല്ലൊരു സെറാമിക്കിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഷുഗർ ആൻഡ് ടീ, ഈ 2 ടിന്നാണ് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് സൂപ്പർ ഈസിയാണ്. ഇവിടെ ഇത് പ്രസ് ചെയ്താലാണ് ഇത് ഓപ്പൺ ആവുക. ആൻഡ് ഈ ലിഡ് തന്നെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യണം ക്ലോസ് ആവണമെങ്കിൽ.
അത്രയും ടൈറ്റാണ്. ആൻഡ് ഓൾസോ ദ മെറ്റീരിയൽ ഈസ് പ്ലാസ്റ്റിക്. എനിക്ക് ആഗ്രഹം മേടിക്കാൻ സെറാമിക്കാണ്, പക്ഷെ സെറാമിക്കിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് പ്ലാസ്റ്റിക് ആണ്, അഫോർഡബിൾ ആണ്. ആൻഡ് 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡെപ്ത് വരുന്നത്. ആൻഡ് ഇത് മതിയാകുമല്ലോ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒന്ന് യൂസ് ആക്കാൻ പറ്റിയത്. നമുക്കൊരു ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇങ്ങനത്തെ ഒരു എഴുത്തൊക്കെ എഴുതിയത് അല്ലേ. സോ ഇതിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ഞാൻ പറഞ്ഞല്ലോ. ഈ ലിഡിൻ്റെ ഇവിടെ പ്രസ് ചെയ്യുമ്പം ഇങ്ങനെ ഓപ്പൺ ആകും. ഈ ലിഡ് ഇവിടെ പ്രസ് ചെയ്താലാണ് ഇത് അഗെയിൻ ക്ലോസ് ആവുക. എയർ ടൈറ്റ് ആണ്. പക്ഷെ പഞ്ചസാര ഒക്കെ ആണെങ്കിലും മറ്റേ എന്താ പറയുക, ഉറുമ്പിന് ഒരു വഴിയും ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അതുകൊണ്ട് കണ്ണും പൂട്ടി മേടിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇഷ്ടപ്പെട്ടവർ ചെക്കൗട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് ബോക്സ്, ദിസ് വൺ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ജസ്റ്റ് സ്മോൾ ബ്രഷിൻ്റെ, അതായത് നമ്മളെ ഓയിൽ ഡിസ്പെൻസറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലൊരു ഓയിലിൻ്റെ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഉള്ളിൽ നമുക്ക് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അത് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ആ ബ്രഷ് അതിന് കൂടെ തന്നെ വരും. അതായിരുന്നു ഞാൻ ഓർഡർ ആക്കിയത്. ഇതെന്താണെന്നാണ് എനിക്കൊരു സംശയം. ജസ്റ്റ് അൺബോക്സ് ഇറ്റ്. അവളൊന്ന് സെറ്റാക്കി, പക്ഷെ കരച്ചിലുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കേ, ഇതാ ബോട്ടിൽ കേട്ടോ. നല്ല പാക്കിംഗ് ആട്ടോ, നല്ല സേഫ് പാക്കിങ്. ബോട്ടിൽ, സെക്കൻഡ് ബോട്ടിൽ, ഇതൊരു കുഞ്ഞി ഗ്ലാസ് ബോട്ടിൽ. ഇത് ഓക്കെ, ഇതാ ഓയിലിൻ്റെ മീൻസ് ഒഴിക്കുന്ന അതിൻ്റെ ഓയിൽ, ആ ഒരു ബോട്ടിലിൻ്റെ മൂടി. അതന്നെ ബോട്ടിലിൻ്റെ മൂടി. ഓക്കെ, ഇത് മറ്റേ സെറ്റ് ബ്രഷ്, അതായത് നമ്മളെ ഇതിനെന്തോന്ന് പറയലുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ല. അതും പിന്നെ അതിൻ്റെ ഒരു ബ്രഷ്. അഗെയിൻ ദ ടോപ്പ്. ഇതെന്തേന് എന്താ നോക്കണം. ഓക്കെ, ഒരു ക്യാഷ് റിവാർഡും കൂടി കിട്ടിയിട്ടോ ഗൈസ്. പിന്നെ സർ നമുക്കിത് എന്താ സംഭവം നോക്കാം. 50 Paytm ക്യാഷ് ബാക്കൊക്കെ കിട്ടുന്ന പറഞ്ഞത്. നമ്മൾ ട്രൈ ആക്കി നോക്കാം. ഇപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ബോക്സിൽ. ആൾമോസ്റ്റ് എത്ര ഐറ്റംസ് ഉണ്ട് അറിയോ? 1 2 3 4 5 6 ഐറ്റംസ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒക്കെ ഒരു ക്യാപ്പ്. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോട്ടിൽ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ്. നല്ല സേഫ് ആയിട്ടാട്ടോ അവർ പാക്ക് ചെയ്തത്. ഗ്ലാസ് ആയതുകൊണ്ടായിരിക്കാം. നല്ല നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇതിൻ്റെ ക്യാപ്പ് ഇത് സ്യൂട്ടബിൾ ആണോ എന്നും കൂടി നോക്കണമല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ ഓയിൽ, അതേപോലെ തന്നെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ. നല്ലൊരു റബ്ബറിൻ്റെ ഒരു ക്യാപ്പാട്ടോ കൊടുത്തത്, അതായത് ലീക്കായിട്ട് പോരില്ല. ഇങ്ങനൊന്നല്ല രാമൻകുട്ടി എന്ന് പറഞ്ഞൊരവസ്ഥയാണ്.
അടിപൊളി ഐറ്റം. സാധനം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കാം. ക്യാൻ യു സീ? ഇതിങ്ങനെ ഓപ്പൺ ആക്കുക, ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക, ഇതിങ്ങനെ ഓപ്പൺ ആക്കുക, ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക, ഓപ്പൺ ക്ലോസ്. അങ്ങനെ ഒരു ബോട്ട്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു വലുപ്പം. അങ്ങനെ സെയിം 2 ബോട്ടിലാണ് വരുന്നത്. ഈ ഒരു ബോട്ടിലും അതേപോലെ തന്നെയാണ് ഈ ബോട്ടിൽ. ഇങ്ങനെ എടുക്കാൻ പറ്റുക. എനിക്ക് നല്ല ഡിലേ വരുന്നുണ്ടല്ലേ, ഞാനത് സ്പീഡാക്കാം ഉറപ്പ്. നേരത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ക്ലാസ് ഞാൻ ഫുഡ് കഴിക്കാനും വേണ്ടി വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് സ്കൂളിൽ. അപ്പം ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടും മോൾക്ക് ഫീഡ് ചെയ്യാനും വേണ്ടിയിട്ടും ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. ആ സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ റോളൊക്കെ ചെയ്ത് നല്ലൊരു ഇതിൽ വന്നത്. ഇപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി, ഈവനിങ് ആയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഈ ഒരു കോലട്ടോ, മീൻസ് അതായത് ഞാൻ ചേഞ്ച് ആവാൻ കാരണം നേരത്തെ റോൾ ചെയ്തിപ്പോൾ അൺറോൾ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ മോളവിടെ താഴത്ത് കിടക്കുന്നത്, അതായത് ഞാൻ എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ഇതിനും ഡാമേജോ കാര്യങ്ങളോ ബ്രേക്കേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ക്യാപ്പാണിത്, സെയിം ആസ് ലൈക്ക് ദാറ്റ്. ഇതിന് ലീക്കിങ് എന്തായാലും വരില്ല, അത് ഐ എം ഷുവർ. ഇതിന് ലീക്കിങ് എന്തായാലും വരില്ല, ലീക്കേജ് എന്തായാലും വരില്ല. ഇത് ഇങ്ങനെ ക്ലോസ് ആക്കാം. എന്താണ് കവറേ, ഇങ്ങനെ ഓപ്പൺ ആക്കാം, ക്ലോസ് ആക്കാം, ഓപ്പൺ ആക്കാം. ഓക്കെ, അങ്ങനെ ഇതാണ് 2 ബോട്ടിൽസ്. ആ സെറ്റിൽ വരുന്ന 2 ബോട്ടിൽസ് ഇതാണ്. ആൻഡ് നമുക്ക് ഇനി അടുത്തത് കാണാനുള്ളത് ഈ സ്മോൾ ബോട്ടിലാണ്. ഇത് എന്ത് ബോട്ടിലാണെന്ന് വെച്ചാൽ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് വെക്കാൻ പറ്റിയ ബോട്ടിൽ. സോൾട്ടും ഇടാം, പെപ്പറും ഇടാം. ഓക്കെ, അതിന് പറ്റിയ ഒരു നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്മോൾ സെറ്റ് ഓഫ് ബോട്ടിൽ. ഇവിടെ ഓപ്പൺ ആക്കാം, ഇങ്ങനെ ജസ്റ്റ് കുറച്ചിട്ട് വരും. ആൻഡ് ഇവിടെയും ഓപ്പൺ ആക്കാം, ഇവിടെ ബിഗ് ഹോളാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ ഒരു സ്പാച്ചുലയും ഒരു ബ്രഷും ആണ്. സ്പാച്ചുല തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എങ്ങാനോ ഇത് തെറ്റാണെങ്കിൽ അറിയുന്നവർ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് തിരുത്തി തരാം. മോളവിടെ ഭയങ്കര അലമ്പാ, പ്ലീസ്. കരയല്ല, അവളവിടെ കിടന്ന് കളിക്കുക കേട്ടോ. അപ്പം ഞാൻ കരഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നാരും വിചാരിക്കേണ്ട. അവളവിടെ കിടന്ന് കളിക്കുക. അപ്പം നോയ്സ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. വേറെ ഉമ്മ താഴത്തോടെ പണിയില്ല, പിന്നെ എനിക്ക് ഇവളെ എടുക്കാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഓക്കെ, ആൻഡ് എല്ലാം ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് എന്തിനാണ് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ബോട്ടിലേക്ക് റെഡിയാക്കി തരാം. പ്ലാസ്റ്റിക് ഇതിങ്ങനെ ഊരിപ്പോന്നു കേട്ടോ. എന്താ സംഭവം, അത്രയും ടൈറ്റായിട്ടായിരിക്കും. ഓക്കെ, ഈ ബോട്ടിലേക്ക് ഇത് ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് നമ്മളിങ്ങനെ ചിലവരുണ്ടാവുമല്ലോ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുമ്പം, ഇപ്പം എങ്ങനെയാണെങ്കിലും ഓയിലൊക്കെ വരിക ഇങ്ങനെ പാക്കറ്റിലായിട്ടാണല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് മാറ്റുമ്പം ചിന്തി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാവാം ഇങ്ങനൊരു ഡിസ്പെൻസറും കൂടി അവർ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിലിക്കോൺ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ഓയിലും അതേപോലെ തന്നെ കോക്കനട്ടൊക്കെ ഒഴിക്കുന്ന ഇതിൻ്റെ പേരെന്താ, ഡിസ്പെൻസർ തന്നെ ആവാൻ മതിയാവുമല്ലോ അല്ലേ. ഇതിന് ഈ സിലിക്കോൺ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം കുറേ ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിലാണെങ്കിലും ഒക്കെ നൗഡേയ്സ് കമ്മിങ് ഓൺ പാക്കറ്റ്. സോ ഇപ്പം ഇത് വെക്കുകയാണെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഈ സിലിക്കോൺ ഐറ്റം ഡിസ്പെൻസറിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ ഇതെന്തായാലും പുറത്തേക്കൊന്നും പോകൂല. അപ്പോൾ ഇതൊന്നും കൂടി നല്ല യൂസ്ഫുൾ ആകും. ഇതും കൂടി ഇത് ഈ സെറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ അറിഞ്ഞാൽ എന്തായാലും ഷോക്കാവും. ഓൺലി 240 റുപ്പീസ്. ഈ എല്ലാ സെറ്റിനും കൂടി 240 റുപ്പീസാണ്. 500 ml ബോട്ടിലാണിത്. ഇതിൻ്റെ നമ്മൾ ഷോപ്പിൽ തന്നെ പോകുമ്പം തന്നെ എന്തായാലും ഈ ഒരു ബോട്ടിൽ കൊടുക്കേണ്ടി വരും ഒരു 200
അല്ലെങ്കിൽ ഒരു 170 എങ്കിലും കൂട്ടിക്കോളി. ഒരു ഗ്ലാസ് ഡിസ്പെൻസർ ബോട്ടിലിന് കൊടുക്കണം എന്തായാലും ഒരു 150 ബിലോ അല്ല എബോ എന്തായാലും കൊടുക്കേണ്ടി വരാൻ മതിയാവും. അപ്പം ഞാൻ പറയുന്നത് ഇതെന്തുകൊണ്ടും വേർത്താണ്. ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉമ്മമാർക്കും അതേപോലെ തന്നെ കിച്ചൺ ആക്സസറീസിനോട് ക്രേസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ 200 എങ്കിലും ആവാൻ കുറച്ചും കൂടി ആൾക്കാരെ മതി. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് 200ഉം പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാലും നിങ്ങൾ കഴിഞ്ഞ ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.